മുഖ്യമന്ത്രി ചർച്ചയിൽ ദില്ലിയിൽ അന്തിമ തീരുമാനമാകാത്തതോടെ കോൺഗ്രസ് പ്രവർത്തകരിലും അണികളിലും നിരാശയാണ്. കഴിഞ്ഞ ദിവസത്തെ മാരത്തോൺ ചർച്ചയിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നെങ്കിലും പക്ഷേ തീരുമാനമുണ്ടായില്ല. തീരുമാനം ഇന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഒക്കെ ആയിരിക്കും സാധ്യത. വിഷ്ണു തലവൂർ കൂടി ചേരുകയാണ്. വിഷ്ണു, ഏതായാലും തീരുമാനം ഇന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ചർച്ചകളൊന്നുമില്ല, ഹൈക്കമാൻഡ് തീരുമാനം പ്രഖ്യാപിക്കുക മാത്രമാണ് ബാക്കിയുള്ളതെന്നാണ് കേരളത്തിലെ നേതാക്കൾ പറയുന്നത്. അതിനിടയിൽ ഘടകകക്ഷികളുമായി വീണ്ടും ചില ആലോചനകളൊക്കെ നടത്തുന്നുണ്ട് എന്ന് കേൾക്കുന്നു. എന്താണ് ഇന്ന് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഹൈക്കമാൻഡിൽ നടക്കുന്നത്? എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്നും നാളെയും പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. 3 ദിവസത്തിനകം മാത്രമായിരിക്കും ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിലേക്ക് കടക്കുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിൽ രാഹുൽ ഗാന്ധി ഇന്ന് ദില്ലിയിലില്ല. രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും നിലവിലത്തെ ഒരു ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം മാരത്തൺ ചർച്ചകൾ നടന്നെങ്കിലും അതിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. 3 നേതാക്കളും കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല 3 നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെ തുടരുകയാണ്. ആരും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെക്കും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കും തീരുമാനം വിട്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ 3 പേരും ശക്തമായി തന്നെ ഒരു ഇഞ്ച് പിന്നോട്ട് പോകാതെ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇനി സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ സോണിയാഗാന്ധിയുടെ ഉൾപ്പെടെ അഭിപ്രായം തേടിയ ശേഷം മാത്രമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് പോകുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോണിയാഗാന്ധി അതോടൊപ്പം തന്നെ എ.കെ. ആന്റണിയുടെ അഭിപ്രായം തേടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ പറയുന്നത്. അത്തരത്തിൽ മുതിർന്ന നേതാക്കളുടെയും സോണിയാഗാന്ധിയുടെയും ഒരു അഭിപ്രായം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും തേടിയ ശേഷം മാത്രമായിരിക്കും ആരെ മുഖ്യമന്ത്രിയാക്കണമെന്നതിൽ ഒരു അന്തിമ പ്രഖ്യാപനത്തിലേക്ക് പോവുക എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം 2-3 ദിവസത്തേക്ക് വൈകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും വി.ഡി. സതീശൻ വലിയ അതൃപ്തി തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലത്തെ ചർച്ചകളിലും വി ഡി സതീശന് അനുകൂലമല്ല എന്നൊരു തലത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ കടുത്ത നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ തനിക്ക് ഒന്നും വേണ്ട എന്ന ഒരു കടുത്ത നിലപാട് തന്നെ സതീശൻ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇന്നലെ ചർച്ച പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ വി ഡി സതീശൻ കേരള ഹൗസിലേക്ക് എത്തുന്നു. അവിടെ നിന്നും നേരെ നാട്ടിലേക്ക് പോവുകയാണ് സതീശൻ ചെയ്തത്. എന്തായാലും വി ഡി സതീശൻ നാട്ടിലെത്തിയിട്ടും ഒരു പ്രതികരണം നൽകാൻ ഇതുവരെ തയ്യാറായി. അതേസമയം രമേശ് ചെന്നിത്തല ദില്ലിയിൽ തുടരുന്നുണ്ട്. ഇന്നലത്തെ ചർച്ചകൾക്ക് ശേഷം രമേശ് ചെന്നിത്തല ഇന്ന് വൈകിട്ടോടു കൂടിയായിരിക്കും ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങുക. മനു, ശരി, ഓക്കെ. വിഷ്ണു തലവൂർ നൽകിയത് വിവരങ്ങൾ. ഏതായാലും ഇന്നും തീരുമാനമുണ്ടാകില്ല, നാളെ തീരുമാനമുണ്ടാകാൻ സാധ്യത കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.